മണ്ട തിരിച്ചടിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ചവന്മാരെ കൊണ്ടുപോകും, നിന്റെ കൂടെ നിൽക്കുന്നവന്മാരും കൊണ്ടുപോകും, ഈ നാട്ടുകാരും കൊണ്ടുപോകും. എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ ശരിക്കൊന്ന് ശ്രദ്ധിക്കാൻ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഇപ്പം നമ്മൾ കണ്ടത് അന്തരിച്ച ഹാസ്യ സാമ്രാട്ടായ കുതിരവട്ടം പപ്പുവിൻ്റെ ഒരു പ്രസിദ്ധമായ സീനാണ്. കണ്ട ആരും ചിരിച്ചു പോകും, കണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നെ കണ്ട എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. കണ്ടാൽ നമുക്ക് എന്തോ ഒരു കുഴപ്പം തോന്നുന്നൊരു സീനാണല്ലേ അത്. എന്നാലും ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ എന്ന്. എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടു നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊന്ന്. ഇത് കണ്ടിട്ട് നിങ്ങൾ പ്രേക്ഷകർ പറയണം കേട്ടോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വെച്ചോ രാഹുലാണ് പറയേണ്ടത്. വെച്ചോ അല്ല റിപ്പോർട്ടറിന്റെ ബഹുമാനായ മാധ്യമപ്രവർത്തനം അങ്ങനെ തന്നെ പറയുകയാണ്, ഞാൻ രാജിവെച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ എപ്പോൾ വെച്ചു, ആർക്കാണ് ഈ രാജിക്കത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയാം. അല്ല അപ്പൊ ഞാനെന്ത് പറയട്ടെ, എന്റെ തീരുമാനം പറയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചേ. അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടറിന് എന്തിനാ ഇത്ര വ്യഗ്രത? അപ്പൊ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെ. ഇനി പറയാം. ഒരുപാട് ഗൗരവമേറിയ ആരോപണങ്ങൾ പല പോയിന്റായി വരുന്നു. ഒരു യുവ നടിയുടെ ആരോപണം വരുന്നു, ശബ്ദരേഖകൾ വരുന്നു. കാര്യങ്ങൾ നിസ്സാരമല്ല. സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ രാജി ആവശ്യപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ പോലും. എന്താണ് ഇതിന്റെ മറുപടി? ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്നലെ മലയാളികളെ ഒന്നടങ്കം മുൾമനയിൽ നിർത്തിയൊരു വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വീഡിയോയിൽ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം എന്താ, ഇതിന് മുമ്പൊക്കെ എങ്ങനെയാണോ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ അതേ ഗൗരവത്തോടെയും ലാഘവത്തോടെയും ആണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതായി ആ വീഡിയോ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്നേയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കള്ള ലക്ഷണം, നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ മുഖത്ത് നള്ളിക്കലോ ഒരു പ്രശ്നം ഉണ്ടായി തോന്നുന്നില്ല. മാധ്യമങ്ങളെ നേരിടുന്നത് എന്തൊരു ധൈര്യത്തോടു കൂടെയാണ്. ഒന്നുകിലോ പഠിച്ച കള്ളൻ എന്നൊക്കെ ചിലപ്പോൾ എതിരാളികൾ ചിലപ്പോൾ പറയുമായിരിക്കും, പഠിച്ച കള്ളന്മാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമായിരിക്കും. അത് നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിച്ചു അത് പഠിച്ച കള്ളൻ്റെ ഒരു ലക്ഷണമാണോ എന്നുള്ളത്. പക്ഷെ ആ വീഡിയോ കണ്ടാൽ ഒരു തെറ്റും ചെയ്യാത്ത പോലെ ധൈര്യസമേതം മീഡിയാസിനെ അഭിമുഖീകരിക്കുകയാണ്. രാജിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രാജി ആര്, എപ്പോൾ, എന്ത്? ഞാൻ രാജിവെച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു, സമയം എത്ര മണിക്ക് രാജിവെച്ചു എന്നാ കാണിച്ചതാ, തെളിവുതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താ, അദ്ദേഹം രാജിവെക്കില്ല എന്ന് തന്നെയാണ് വിചാരിക്കുക. ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്നാണ് പറയാൻ പോകുന്നതെങ്കിലും അവസാനം ഞാൻ 1:30 രാജിവെക്കുന്നു, ഇതാണ് ഇപ്പോൾ രാജിസമയം, എന്നോടാരും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല, സതീശനല്ല ഒരപ്പൂപ്പനും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഒരു നേതാവും എന്നോട് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇവിടെ തെളിവ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ രാജി പ്രഖ്യാപിക്കുന്നു എന്നും പറഞ്ഞത്. ഇപ്പം ഞാൻ നിങ്ങളെല്ലാം പറ്റിച്ചേ എന്ന് പറഞ്ഞാണ് പുള്ളി പോകുന്നത്. അയ്യടാ, ഇത് കണ്ടപ്പോഴാണ് ആകെ ഒരു എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്ന് പപ്പു ചോദിച്ച പോലെ നമുക്കൊക്കെ തോന്നുന്നത്. മൊത്തത്തിലാൾ നമ്മളെ നാസാക്കിയില്ലേ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല, അത് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് അറിയില്ല. രാഹുൽ എന്ന ചെറുപ്പക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ അതിവേഗം അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നു വന്നൊരു നേതാവാണ്. നമ്മളൊരു 4-5 വർഷം കൊണ്ട് മാത്രം പൊതുജനങ്ങളുടെ ഇടയിൽ, അവരുടെ പാർട്ടിയുടെ ഇടയിൽ, KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ വളർന്നു വരാൻ 10-15 വർഷമൊക്കെ എടുത്തെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ പുടുന്നനെ അങ്ങ് ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന ഒരു മാന്യദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നു, MLA ആകുന്നു. ഇനി അടുത്ത തവണ UDF ആണ് അധികാരത്തിൽ വരിക, ഏതാണ്ട് 105 സീറ്റൊക്കെ കിട്ടിയിട്ട് അധികാരത്തിൽ വരുമെന്ന് ചില സർവേകളൊക്കെ, അത് കോൺഗ്രസിൻ്റെ സർവേ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, അതൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും വന്നാൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. കാരണം എന്താ, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റൊക്കെ ഒരു മന്ത്രിയായിട്ടില്ലെങ്കിൽ പിന്നെ ആര് മന്ത്രിയാവാനാണ്? അതുകൊണ്ട് നമ്മുടെ ഒരു മന്ത്രിയാകേണ്ട ആളായിരുന്നു പൂട്ടുന്ന ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇടവും പറഞ്ഞ് നിരത്ത് വീണുപോയി. അപ്പം ദൈവം ചിലത് എന്ത് ചെയ്യുമോ അറിയുമോ? ദൈവം ചിലവരെ
പന പോലെ വളർത്തുന്ന പറയണം. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ താഴെ ഇടും. അങ്ങനെ അത്യുന്നതങ്ങളിലേക്ക് അതിവേഗം ഉയർത്തുകയും ആ വീഴ്ചയുടെ ഉയരങ്ങളിൽ നിന്ന് വീഴുന്നതിൻ്റെ ആഘാതം കൂടുമെന്നാണ് തോന്നുന്നു. അങ്ങനെയാണോ ഇന്നലെ സംഭവിച്ചതെന്ന് അറിയില്ല. വീണ്ടും ഉയർത്തു വരുമോ എന്ന് നമുക്ക് പറയാനായിട്ടില്ല. എന്നാൽ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടെന്നാണ് പറയണത്. നമുക്കറിയണമല്ലോ, ഒരു മനുഷ്യന് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ചില ചെയ്തികൾ ഒക്കെ വേണ്ടേ? ആരോപണങ്ങളൊക്കെ ഇതിനു മുമ്പ് സമാനമായിട്ട് നമ്മൾ നിറയെ കേട്ടിട്ടുണ്ട്. വെറുതെ അനാവശ്യമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുക അത് എളുപ്പമാണ്. കാരണം ഒരു സ്ത്രീ ഒരു പുരുഷനെ പറ്റി ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ലച്ച് പിടിക്കും, വിശ്വസിക്കും, പെട്ടെന്ന് വിശ്വസിക്കും. കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് കോടതികൾ തന്നെ തള്ളിക്കളയുകയും ഇവരൊക്കെ വിമുക്തരായി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഇവരുടെ ഭാവിയൊക്കെ നശിച്ചു പോകും. അങ്ങനെ സങ്കടപ്പെടുന്ന മറ്റൊരാളുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം. റിപ്പോർട്ടർ ചാനലിലെ 30 മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പ് 10 പ്രാവശ്യം പ്ലേ ചെയ്താൽ ഇത് വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആകില്ല. ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമ്മർദ്ദം താങ്ങില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ, നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. എടാ മണ്ട, തിരിച്ചടിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ച് വെപ്പാർ കൊണ്ടുപോകും. നിന്റെ കൂടെ നിൽക്കുന്നവന്മാരും കൊണ്ടുപോകും, ഈ നാട്ടുകാരും കൊണ്ടുപോകും. ഇവർക്ക് തെളിവൊന്നും ഒരു ഇഷ്യൂ അല്ല. നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ കണ്ടിരിക്കണം. എനിക്ക് വേറെ പണിയുണ്ട്, അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 35 വയസ്സേ ഉള്ളൂ. നിന്നെ പോലെ പ്രതിഭയും കഴിവുള്ള ഒരുത്തനെ അടുത്ത 60 വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ്, അല്ലെങ്കിൽ 50 വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ്. നിന്റെ രാഷ്ട്രീയ ജീവിതം തീർക്കും. ബെസ്റ്റ്. ഇപ്പൊ കണ്ടില്ലേ, അതേ പേരുള്ള ഒരാൾ. അയാൾ എപ്പോഴും സ്ത്രീകൾ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച ഉടനെ വന്നിട്ട് ഈ പുരുഷന്മാരെ രക്ഷിക്കാൻ ഇറങ്ങുന്ന ഒരു മാന്യതയെ കാണും. അതിൽ അയാളെ ഇടം വലം ഒരു രാഷ്ട്രീയ കക്ഷി നോക്കില്ല, ജാതി മതം ഒന്നും നോക്കില്ല. പുരുഷന്മാർ സ്ത്രീകളാൽ ആക്രമിക്കപ്പെട്ടാൽ അവിടെ മുൻപന്തിയിൽ അവരെ രക്ഷിക്കാനായിട്ടുണ്ടാകുന്ന ഈ മാന്യദേഹം പറഞ്ഞതാണ് കേട്ടോ. വിളിക്കുന്ന വിളിയൊക്കെ കേട്ടില്ലേ? എടോ രാഹുലെ, തൻ്റെ ജീവിതം കട്ടപ്പുകയാക്കുമ്പോൾ നിന്റെ ഭാവി തൊലയ്ക്കും. എവിടെ തെളിവ് എവിടെയോ? നീ പോരാടണോ, ഞാൻ നിന്നെ വന്ന് രക്ഷിച്ചോളാം, നമുക്ക് ഒരുമിച്ച് പോരാടാമെന്നൊക്കെയാണ് പറയണത്. കാരണം അയാൾക്ക് എന്താ നഷ്ടം? അയാളുടെ പെങ്ങളും ബന്ധുക്കളൊന്നും അല്ലല്ലോ ഈ ഇയാളാൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അന്യൻ്റെ പെങ്ങന്മാർ, അന്യൻ്റെ മക്കൾ, അന്യൻ്റെ പെൺമക്കളൊക്കെ അല്ലേ. അപ്പോൾ ഒന്നുമില്ല, നമുക്കതിന് ഒരുമിച്ച് പോരാടാം എന്നും പറഞ്ഞിട്ട് രാഹുലിനെ വിളിച്ചങ്ങ് കട്ട സപ്പോർട്ടാണ്. എന്തായാലും നമസ്കാരം രാഹുൽജി. രാഹുൽജി ആ കാര്യത്തിൽ ധീരനാണ്, അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതിനയാൾക്ക് ഒരാളും പ്രശ്നമല്ല, ഒരു പാർട്ടിയും പ്രശ്നമല്ല. വേടനായാലും ശരി, ഇനി മുകേഷ് ആയാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, അയാൾക്ക് ആ കാര്യത്തിൽ ഒരൊറ്റ വർഗ്ഗമുള്ളൂ, ആൺവർഗം. ആൺവർഗത്തിന് പെൺവർഗം മറ്റാക്കിയതാൽ അയാൾ മുൻപന്തിയിലുണ്ടാവും ആൺവർഗത്തെ രക്ഷിക്കാനായിട്ട്. രാഹുലിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് നമുക്കൊന്ന് ജ്യോത്സ്യം വെച്ച് നോക്കിയാലോ? വേണ്ട, ജ്യോത്സ്യം വേണ്ട. എന്നാൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഒന്ന് കേട്ട് നോക്കാം. എനിക്ക് അച്ഛനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത്ര അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം. പക്ഷേ ഇതിലൊന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ളൊരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് വന്നത്, ദേഷ്യമല്ല വന്നത്. രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മോഹൻലാൽ പറഞ്ഞ മരിയാങ്കോരോ തന്തയില്ലല്ലോ എൻ്റെ തന്ത. അപ്പോൾ അത് ഇത് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ശാപമാണ് ഈ മനുഷ്യനിപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത്. കേട്ടോ, ഇതാണ് ശാപം. ഒരു ശാപം എന്തുമാത്രം ഫലിക്കുമെന്നുള്ളത് ഇവിടെ ആലോചിച്ചോളൂ. ഇത് വെറുതെ അല്ല. പണ്ട് രാഹുൽ നാഗരൻ്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയെ പറ്റി ഒരിക്കൽ രാഹുൽ പറഞ്ഞ വാക്കുകൾ സഹിക്ക വയ്യാതെ അതിൻ്റെ പറഞ്ഞ വാക്കുകളൊക്കെ മലയാളികളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. അവരവിടെ ഇരുന്നു കൊണ്ട്, സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ രാഹുലിനെ ശപിച്ചിട്ടുണ്ട്. ആ ശാപഫലമാണ് ഇന്ന് ഈ രാഹുൽ അനുഭവിക്കുന്നത് എന്നാണ് നമ്മുടെ പണ്ട് കോൺഗ്രസ് നേതാവും ഇപ്പോൾ BJP നേതാവുമായ പത്മജ വേണുഗോപാൽ പറയുന്നത്. തൃപ്തിയായോ? അപ്പോൾ ആ അമ്മയുടെ മകൾ മനസ്സ് നൊന്ത് പറയുന്നതായിരിക്കുക. എന്തായാലും രാഹുലെ, ആ ശാപമാണോ എന്ന് രാഹുൽ തന്നെയാണ് പറയേണ്ടത്.
ശരിയാണോ എന്ന് നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കണം. കാരണം കുറേയധികം കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുപാട് ഭക്ഷണം വിളമ്പി കൂട്ടിയ ഒരമ്മയായിരുന്നു അവർ. അപ്പോൾ അവരെയാണ് അപമാനിച്ചു വിട്ടത് രാഹുൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ശാപമാണത്രേ. ആയിരിക്കാം, നമുക്ക് അതിനകത്ത് ശാപമുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ നമ്മളാളല്ല. അല്ലെങ്കിൽ രാഹുലിന് ആ ശാപമാണോ എന്ന് ഈ അനുഭവിക്കുന്നതിൻ്റെ കാരണം അതല്ല. അതൊക്കെ പിന്നെ എന്താ പറയേണ്ടത്, സ്വയംകൃതമായ അല്ലെങ്കിൽ അവനവൻ ചെയ്തു വെച്ച മഹാഭാവം മറ്റു പലതുമാണല്ലോ. അത് അനുഭവിക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പെങ്ങളിങ്ങനെ പറഞ്ഞാൽ വിടാൻ പറ്റുമോ? അപ്പോൾ ആങ്ങൾ പറഞ്ഞതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിട്ട് സ്വീകരിക്കേണ്ടി. എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു? കാരണം പോലീസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, സർക്കാരിൻ്റെ കൂടെയാണ്. ഇനി പോലീസിലും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? ഇപ്പോഴവർ കോടതിയെ സമീപിക്കാത്തത്, സമീപിച്ചാൽ മുമ്പ് ചില കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ടാകും. അല്ല, പിന്നെ വെറുതെ വിടാൻ പറ്റുമോ? പ്രസിഡന്റ് സതീശൻ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. എന്തും തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും ഏത് വമ്പനായാലും വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ മകളെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്, അതൊരച്ഛനെന്ന വണ്ണം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഏത് വമ്പനായാലും അവനെ പൂട്ടുമെന്നാണ് സതീശൻ പറഞ്ഞത്. അത് നമ്മൾ മുഖവിലേക്ക് എടുത്തേ പറ്റൂ. കാരണം ഒരു പ്രസ്ഥാനം അടുത്ത തവണ മുഖ്യമന്ത്രിയാകേണ്ട ആളാണ്. അറിയാതെയാണെങ്കിൽ ഈ മനുഷ്യൻ ഒരുപക്ഷെ ജയിച്ചു വന്നിരുന്നെങ്കിലും ഈ സതീശൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ട ആളായിരുന്നു. ഈ സ്വഭാവവും വെച്ച് അവിടെ വന്നാൽ ആ മന്ത്രിസഭയെ തന്നെ നാറ്റിച്ചു വിടില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ അതിനു മുമ്പേ ഇത് പുറത്തു വന്നത് നന്നായി എന്ന് പറയുന്നവരുമുണ്ട്. അതെന്തുപോകട്ടെ, നമുക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല തമാശ പാർട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ മന്ത്രി ശിവൻകുട്ടി, നിങ്ങൾ പലരും പലതും പറഞ്ഞ് കളിയാക്കാറുണ്ട്. യാക്കങ്ങളൊന്നും ശരിക്കും പറയാൻ പറ്റാത്ത ആളാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ശുദ്ധനാണ് ആൾ. എന്നാൽ ആ ശുദ്ധം പറയണ ഒരു വാക്ക് കേട്ടാൽ ചിരിച്ച് മണ്ണ് കപ്പും. ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും രസകരമായ പാർട്ട് അതാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കും ചിരിക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങളും ചിരിക്കും. ഒന്ന് കേട്ട് നോക്കാം. കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ ദിവസവും ഓരോ ടൈപ്പ് പരാതി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. ഷാഫി പറമ്പിന്റെ സ്കൂളിൽ പഠിച്ചവരാണ്. ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ. കേട്ടല്ലോ, എല്ലാവർക്കും സമാധാനമായില്ലേ? പിടിപ്പത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നന്നായി ഈ എപ്പിസോഡിനെ കൈകാര്യം ചെയ്ത ഈ അടുത്ത കാലത്തൊരു നേതാവില്ല. സകല പരിപാടിയും കഴിഞ്ഞു, ഒരു ദിവസവും കഴിഞ്ഞു. എല്ലാവരും ഒരക്ഷരം പറയുന്നില്ല. നേതാക്കളാരും തന്നെ ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ മുരളീധരൻ ഒഴിച്ച് ആരും വന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഈ പാലക്കാട്ടെ MLA-യുടെ മണ്ഡലം, അവിടെ പാലക്കാടാണല്ലോ, അവിടുത്തെ ഒരു MP ഉണ്ട്, ശ്രീകണ്ഠൻ സാറ്. അദ്ദേഹം അന്ന് രാവിലെ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ അറിയില്ല ഒരു വെളിപാട് നടത്തിയത്. അത് തീരെ സഹിക്കാൻ പറ്റാതെ പോയിട്ടോ. അത് അയാൾക്ക് തന്നെ പാരയെ പിന്നീട് പിൻവലിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അത് ചെയ്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അത് അങ്ങനെ രാഹുലിന്റെ ഓഡിയോ ഒന്നും നിങ്ങൾക്ക് എന്താ? നിങ്ങളെന്താ ഫോറൻസിക് വിദഗ്ധനാണ്? രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ? ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും. സഭാഷ്, ഗംഭീരായി. ഇയാളാ പെൺകുട്ടികളെ അയാളുടെ സ്നേഹമൊക്കെ നടിച്ച് പ്രേമമൊക്കെ നടിച്ച് അയാളുടെ കാര്യസാധ്യത്തിന് ശ്രമിച്ചെങ്കിൽ ഈ മാന്യദേഹം പോയിട്ട് പൊതുമധ്യത്തിൽ അവഹേളിക്കുക കൂടെ ചെയ്തിരിക്കുന്നു എന്ന നില വന്നു. കഷ്ടമെന്നല്ല, അതെന്താ പറയുക. പിന്നെ നേതാക്കളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കാം പിന്നെ ഉടനെ പത്രസമ്മേളനമൊക്കെ വീണ്ടും വിളിച്ച് നിങ്ങൾ ഓടിവാ, ഞാൻ പറഞ്ഞ് തെറ്റായിപ്പോയി, മാപ്പ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കേട്ടു. കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയുക.
നമ്മളെ ഭരിക്കുന്ന നമ്മളുടെ നേതാക്കളായിരിക്കേണ്ട ഒരു നാട്ടിൻ്റെ ഭരണം കൊണ്ട് നടത്തേണ്ട ഈ നേതാക്കളുടെയൊക്കെ ഒരവസ്ഥയെന്ന് അവരൊക്കെ എത്തിപ്പെടുന്ന ഒരവസ്ഥയെന്ന് നോക്കൂ. എന്താ ഒരു മാന്യത പുലർത്തേണ്ട സമൂഹത്തിൽ ഇവർ മാതൃകയായിരിക്കണ്ടേ, നാലാൾക്ക് മോഡലായിരിക്കണ്ടേ. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് ബാധകമാണ്, ഏത് നേതാക്കൾക്കും ഇത് ബാധകമാണ്. ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ കണ്ടില്ലേ, ഏറ്റവും ചെറുപ്പം 10-35 വയസ്സേ ഉള്ളൂ, MLA ആയി. ഇനി അടുത്തൊരു ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാകേണ്ട ആളായിരുന്നു. തൻ്റെ സ്വയം ഭാവി പോലും നശിപ്പിച്ചുകൊണ്ട് വളരെ അഗ്രസീവായിട്ടുള്ളൊരു യുവ നേതാവായിരുന്നു. സമരരംഗത്തായാലും സംസാരത്തിലായാലും ഈ ന്യൂസ് ചാനലിലൊക്കെ ചർച്ചയ്ക്കായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള പുറത്തേക്ക് മാന്യനാണെന്ന് തോന്നുന്ന ഇദ്ദേഹത്തെ പറ്റിയിട്ട് സ്ത്രീകൾ ഒന്നടങ്കം നാനാഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അവരുടെ പാർട്ടിയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, എതിർപക്ഷത്തുള്ളവർ പറയുന്നെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതങ്ങനെയല്ല, അവരുടെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകളാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു സത്യമില്ലായികയില്ലേ എന്ന് പപ്പു ചോദിച്ച പോലെ എന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് നമ്മൾ ചോദിച്ചാൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് പൊതുജനത്തിന് തോന്നുന്നത്. ഇത് കേൾക്കുന്ന ആ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് വലിയ സങ്കടമാണ്. കാരണം ഇന്ന് ഭരിക്കുന്ന ഈ ഇടതുപക്ഷത്തിന് പകരം വരേണ്ട മറ്റൊരു വിഭാഗമാണ് കോൺഗ്രസ്. അവരിൽപ്പെട്ട ഒരു നേതാവാണ് ആ പാർട്ടിയെ ഇങ്ങനെ ഒരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷം അത് മുതലെടുക്കും, തീർച്ചയായും കത്തിച്ചു നിർത്തും. സ്വാഭാവികമായിട്ടും മലയാളിയുടെ ഓർമ്മയൊക്കെ വളരെ ഷോർട്ടാണ്. 3-4 മാസമൊക്കെ കഴിയുമ്പോൾ ഇത് മറക്കും, വേറൊരു സംഭവം കൊണ്ടുവരും, വേറൊരു മറ്റേ പക്ഷത്തുള്ളൊരു നേതാവിനെതിരെ എന്തെങ്കിലും ഇതുപോലൊരു അലിഗേഷനുമായിട്ട് ഒരു സ്ത്രീ വരാം. കാരണങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവിടെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞതിൻ്റെ പ്രസക്തി. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷൻ്റെ ഭാവിയൊക്കെ നാറാണത്തുകല്ല് ആക്കാൻ പറ്റും. അതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിലൊരു കാര്യമുണ്ട് താനും. പക്ഷേ അവൻ നല്ല രീതിയിൽ മാന്യമായി സമൂഹത്തിനോടും സ്ത്രീകളോടും അമ്മമാരോടും പെങ്ങന്മാരോടും ഒക്കെ പെരുമാറി നിൽക്കേണ്ടത് ഒരു പൊതുജന പ്രവർത്തകൻ്റെ മിനിമം ക്വാളിറ്റിയാണ്. എന്തായാലും ഈ രാഹുൽ എപ്പിസോഡ് എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയും പുതിയ കഥകൾ വരുമോയെന്ന് അറിയില്ല. പക്ഷേ രാഹുലിന് അറിയാലോ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ അറിയുന്നുണ്ട്. ആ ഭാഗമൊക്കെ ഇനി മിക്കവാറും പാച്ചപ്പ് ചെയ്യും. അതൊന്നും പുറത്തു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതും നാളെ തേഞ്ഞു മാഞ്ഞു പോകും. അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി തീർക്കാനാണ് സാധ്യത. കാരണം ഇതുവരെയുള്ള ചരിത്രം അതാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം വളരെ 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 കുറവാണ്. ഇത് സമൂഹം സ്വന്തം പാഠം പഠിക്കണം. സ്ത്രീകൾ സ്വയം ചില പാഠങ്ങളിൽ നിന്ന് നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും സ്ത്രീകൾ പ്രത്യേകിച്ച് യുവതികൾ വളരെ കരുതിയിരിക്കണം. ഇത്തരം നേതാക്കളുമായിട്ടും എന്തിനേറെ ഈ വളരെ സ്വന്തം സംരക്ഷണം അവനവൻ തന്നെ തീർത്തില്ലെങ്കിൽ വലിയ അപകടം അവനവർക്ക് തന്നെ ഉണ്ടാവുക. ഇല മുള്ളിൽ ചെന്ന് വീണാലും മുള്ളിലയിൽ ചെന്ന് വീണാലും കേട് ഇലയ്ക്ക് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.